വെൽക്കം ബാക്ക് ടു ഇത് ഞങ്ങളുടെ ഫാമിലി. അപ്പം ഞാൻ ഒരു 2 വീഡിയോയ്ക്ക് മുമ്പ് ഇതേപോലെ നമ്മൾ എയർ ഫ്രയറിൽ പിന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെറിയ പീസാക്കിയതാണ്. അന്ന് ഞാൻ ഫുള്ളൊരു ചിക്കൻ പിന്നെ എയർ ഫ്രയറിൽ ഗ്രില്ല് ചെയ്യുന്നതായിരുന്നു കാണിച്ചത്. ഇതിപ്പോൾ പീസായിട്ടുള്ളതാണ്. അതായത് ആരെണ്ണം ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യാൻ പാകത്തിനുള്ള പീസാക്കി ഞാൻ മേടിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ആരെണ്ണം ഇതേപോലെ പിന്നെ എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ അവനുള്ളത് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ എയർ ഫ്രയറിലാണ് എനിക്കും എൻ്റെ ബ്രദറിനും ഉള്ളത് ഫ്രൈ ചെയ്തത്. പിന്നെ പുള്ളിക്കും എണ്ണ അധികം വേണ്ട. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ഉള്ളത് അങ്ങനെ ഉണ്ടാക്കിയെടുത്തു. വീണ്ടും നമ്മളത് മറിച്ചിട്ടിട്ട് പിന്നെ ഒരു 20 മിനിറ്റ്സ് 180-ൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അത് എയർ ഫ്രയറിൽ. അപ്പോൾ അതൊന്നുകൂടെ ചെയ്യുകയാണ്. അപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ പിന്നെ കുബൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ കുബൂസ് ദുബൈയിലായിരുന്നപ്പോഴേ ഇതേപോലെ ഇങ്ങനത്തെ കുബൂസ് ഞാൻ ബട്ടറിട്ട് ഞാൻ ചൂടാക്കിയെടുക്കും. ചെറുതായിട്ട് ബട്ടറൊന്ന് തേച്ചിട്ട് അതിട്ട് അപ്പുറം ഒന്ന് ഫ്രൈ ആവത്തില്ല, ഒന്ന് ചൂടാക്കിയൊന്ന് എടുക്കുമായിരുന്നു. അപ്പോൾ അതൊരു നല്ല ടേസ്റ്റാണ് ഇങ്ങനത്തെ കുബൂസ്. ബ്രൗൺ കളർ കുബൂസ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ഇപ്പം മേടിച്ച് ഫ്രീസറിൽ വെച്ചാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയിട്ട് നമുക്ക് പിന്നെ കഴിക്കാവുന്നതേ ഉള്ളൂ. ഇത് പിന്നെ ഞാൻ ഇതേപോലെ ഇങ്ങനെ ബട്ടറിട്ട് എടുക്കും. അപ്പോൾ ആരെണ്ണം ബട്ടറിട്ട് എടുക്കുന്ന ഇഷ്ടമില്ല, അതുകൊണ്ട് അവന് എണ്ണയിൽ ഫ്രൈ ചെയ്ത് പിന്നെ ബട്ടറിടാതെ തന്നെ അവനുള്ളത് എടുക്കുകയും ചെയ്തു. ഗാർലിക് പേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു സംഭവം നമ്മുടെ മങ്ങാനം പോകുന്ന വഴിക്കുള്ള മൗണ്ട് വർദ്ധയുടെ അടുത്തുള്ള ഒരു സംഭവമാണ്. ഇതെന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഫുഡിൻ്റെ പരിപാടിയാണ് ഇവിടെ. ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിലിടാം. പിന്നെ ആരൻ്റെ ഈ പറഞ്ഞ പോലെ വൈവായും പ്രാക്ടിക്കലും എല്ലാം കഴിഞ്ഞ് +2 ബോർഡിൻ്റെ ഇതെല്ലാം കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും രേഖാചിത്രം എന്ന് പറഞ്ഞ മൂവി കാണാനായിട്ട് ഞാനും ആരും കൂടെ വന്നതാണ്. അപ്പോൾ അവൻ എക്സാം കഴിഞ്ഞ ദിവസം സ്കൂളിൽ ഫുട്ബോൾ കളിച്ചിട്ട് കാല് മടിഞ്ഞിരിക്കുവാണ്. അപ്പം ടിക്കറ്റ് നേരത്തെ അവൻ ബുക്ക് ചെയ്തിരുന്നതുകൊണ്ട് മാത്രം കാണാൻ വന്നതാണ്. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ സമ്മതിക്കത്തില്ല പോകണമെന്നും പറഞ്ഞു. അങ്ങനെ ഞാനും ആരും കൂടെ രേഖാചിത്രം കാണാനായിട്ട് വന്നതാണ്. അപ്പം പിന്നെ കുഴപ്പമില്ലായിരുന്നു. അതായത് നമ്മുടെ പഴയ കാതോരം എല്ലാവരുമൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഓൾറെഡി കണ്ടു കഴിഞ്ഞു. പിന്നെ കാതോരം സിനിമയിലെ കുറച്ച് സീൻസൊക്കെ നമുക്ക് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം നല്ല മൂവിയായിരുന്നു. ഈ പറഞ്ഞ പോലെ രാവിലെ എണീറ്റ് പുറത്തോട്ട് ഞാൻ എന്നും ഇങ്ങനെ കുയിലിൻ്റെ ശബ്ദം കേൾക്കും. അപ്പം ഇവിടെ നിന്ന് ഇതേപോലെ ഞാൻ അകത്ത് നിന്ന് ഹോളിൽ നിന്ന് ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കിന് ആ കുയിലിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാവേ. ഞാൻ ബാൽക്കണിയിലോട്ട് ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കുമ്പോൾ കറക്റ്റ് അത് നിർത്തും. എനിക്ക് തോന്നി ഇതിന് കാണാമെന്ന് തോന്നി ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നു. അങ്ങനെ ആരുടെ വൈകുന്നേരം പിന്നെ തന്നെ നഗറ്റ്സും കുറച്ച് കെച്ചപ്പും എല്ലാം കൂടെ കൂട്ടി വിശക്കുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് കഴിക്കാനായിട്ട് എടുത്തപ്പം കെച്ചപ്പ് കുറച്ച് കൂടുതലായപ്പോൾ ആദ്യമായിട്ട് ആരൻ പറയുന്ന കെച്ചപ്പ് കൂടിപ്പോയെന്ന് പറയുന്നത് കാരണം വലിയ ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ കാപ്പിയും എപ്പോഴും കട്ടൻ കാപ്പിയാണ് കുടിക്കാറ് പതിവ്. അപ്പം ചില ദിവസങ്ങളിൽ പറയും ഒരു ബ്രൂ കോഫി വേണമെന്ന് പറയും. അങ്ങനെ ബ്രൂ കോഫിയും കൂടെ ഇട്ടതാണ്. ആരൻ്റെ ഫെയർവെല്ലിനുള്ള സൂട്ടൊക്കെ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കിട്ടി. ഞാനും ആരും കൂടെ വൈകിട്ട് പോയി എല്ലാം മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതെല്ലാം കിട്ടി. ഇനി അതിൻ്റെ ഒരു ഷർട്ട് മേടിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുണി എടുത്ത് തയ്ക്കാൻ കൊടുത്തിട്ടേ ഉള്ളൂ. അതുകൂടെ കിട്ടണം ഇനി. അങ്ങനെ വൈകിട്ടത്തേക്ക് പിന്നെ മീൻകറിയും ചിക്കനും ഉണ്ട്. ചാച്ചന് എന്തെങ്കിലുമൊക്കെ കറികൾ വേണം വൈകിട്ട്. വേണമെങ്കിൽ ചാച്ചൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പം വൈകിട്ട് എന്തെങ്കിലുമൊക്കെ കറി വേണം. അപ്പോൾ വൈകിട്ടത്തേക്ക് അതിൻ്റെ കൂടെ ദോശയാണ്, ഗോതമ്പ് ദോശ. ചാച്ചന് ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പ് ദോശ കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഇതേപോലെ ഇപ്പോൾ കുറേ ദിവസങ്ങൾ കൂടി എൻ്റെ ഫ്രണ്ട് സബീന അവൾക്ക് ടൗണിൽ പോകണം, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടെന്ന് എന്നോട് പറഞ്ഞു. കുറേ ദിവസങ്ങൾ കൂടി അപ്പോൾ 2 ദിവസം മുമ്പ് വിളിച്ചപ്പോൾ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. 2 ദിവസം ഞാൻ ടൗൺ വരെ ഒന്ന് പോയി എനിക്ക് തറ്റി പോലും വെയിൽ കൊള്ളാൻ പറ്റത്തില്ല. വെയിൽ കൊണ്ടാൽ പിന്നെ ഭയങ്കര തലവേദന, കണ്ണ് തുറക്കാൻ പറ്റത്തില്ല. ഞാനിങ്ങനെ തിരിച്ച് ഓട്ടോയിലോട്ട് കയറാൻ പോകുമ്പോൾ ഞാൻ മുഖത്തിൻ്റെ അവിടെ മറച്ച് പിടിച്ചോണ്ട് ഞാൻ കുട പിടിച്ചോണ്ടാണ്. എന്നിട്ട് പോലും എൻ്റെ കണ്ണിലോട്ട് വെയിലടിച്ചു. എനിക്ക് വന്നപ്പോൾ ഞാൻ കയറി കിടന്നാണ്. എനിക്ക് ഒരു തരത്തിലും പറ്റത്തില്ല. അതുപോലെ തലവേദനയായിരുന്നു.
അപ്പോൾ ഇങ്ങനെ അവൾ പോകാൻ വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ഞാൻ വന്ന് കൂട്ടിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവിടെ കൂടെ ടൗൺ വരെ പോകാനായിട്ട് റെഡി ആയിരിക്കും. പക്ഷേ എനിക്കൊരു കുഴപ്പമുണ്ട്, ആരെങ്കിലും എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ കാര്യത്തിനാണെങ്കിൽ പോലും എവിടെയെങ്കിലും പോകണമെങ്കിൽ 3 മണിക്ക് ഞാൻ ഇറങ്ങണമെന്ന് വെച്ചാൽ ഞാൻ ഉറപ്പായിട്ടും 2:50 ഞാൻ 10 മിനിറ്റ് മുമ്പ് ഞാൻ റെഡി ആയിരിക്കും. എനിക്ക് അങ്ങനെ ലേറ്റായിട്ടുള്ള ഒരു പരിപാടി ഇഷ്ടമില്ല. ഇപ്പോൾ പെട്ടെന്ന് നമുക്കൊരിക്കലും ചിലപ്പോൾ നമ്മുടെ വണ്ടിയെ തന്നെ ആയിരിക്കും പോകുന്നത്. നമുക്ക് 3 ഇറങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലാണെങ്കിൽ പോലും ഞാൻ 2:45 റെഡിയാകും. 10 മിനിറ്റ് മുമ്പ് ഞാൻ റെഡി ആയിരിക്കും. അപ്പം അവൾ ഇതുപോലെ വിളിച്ച് പറഞ്ഞു നമുക്ക് 3 മണിയാകുമ്പം പോകാൻ ഇറങ്ങണേന്ന് പറഞ്ഞു. 3 മണിയാകുമ്പം പോകാൻ നീ 3 റെഡിയായി നിൽക്കണേന്ന് പറഞ്ഞു. ഞാൻ 2:50 റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അന്നേരത്തേക്ക് അവൾ വിളിച്ചു. അവൾ വീട്ടിൽ നിന്ന് 3 ഇറങ്ങിയതേ ഉള്ളൂ, കുമരകത്തുനിന്ന് വരണം. അപ്പോൾ പിന്നെ ലേറ്റ് ആവും. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇച്ചിരി പരിപാടിയൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഒരു അടുത്ത മാസം, അതായത് ഫെബ്രുവരിയിൽ ഞാനൊരു സെയിൽ നടത്താനായിട്ട് ഒന്ന് ആലോചിക്കുന്നുണ്ട്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് അനുവും കൂടെ ഒരു സെയിൽ നടത്താനായിട്ട് ആലോചിക്കുന്നുണ്ട്. ബെഡ്ഷീറ്റ്, പിന്നെന്താണ് ചുരിദാർ മെറ്റീരിയൽ എല്ലാം ഉണ്ട് സെയിലിന്. അപ്പോൾ എവിടെ വെച്ചാണ് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ദിവസം തലവേദനയായിട്ടൊക്കെ കടന്നപ്പോഴത്തേക്കിന് ഞാൻ ഫോൺ എടുത്തേ ഇല്ല. ഫോണിലോട്ട് നോക്കാനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ട്. അപ്പം പിന്നെ ഇതേപോലെ ഞാനിങ്ങനെ ഇതിൻ്റെ എല്ലാ ഓർഡറൊക്കെ എടുക്കുന്ന ഫോൺ വേറെയുണ്ട്. അപ്പോൾ അതെടുത്തപ്പോഴത്തേക്കിന് ആ ഓർഡർ ചോദിച്ച സാധനങ്ങളെല്ലാം കൂടെ വന്ന് കിടന്നിട്ട് ഫോൺ സ്റ്റക്കായി. എനിക്ക് ഒരു തരത്തിലും അതൊന്ന് ഓപ്പൺ ആക്കാനായിട്ട് പറ്റുന്നേ ഇല്ല. അതുപോലെ സ്റ്റക്കായിപ്പോയി. പല വെറൈറ്റി സാധനങ്ങൾ, പല തുണികൾ, പലതരത്തിലുള്ള ഉണ്ടല്ലോ, എല്ലാം ഇങ്ങനെ വന്ന് കിടന്നേച്ച് എനിക്കൊന്നും തുറന്ന് നോക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. ഏതെങ്കിലും ഒന്ന് വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ആയാലല്ല എനിക്കൊന്ന് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ കുറേ വേറെ വാട്സാപ്പിൽ വന്ന് കിടക്കുന്ന അതും ഇതും എല്ലാം കുറേ കളഞ്ഞു. പിന്നെ കുറേ ആപ്പ് ഉണ്ടായിരുന്നു, അതെല്ലാം കളയുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് എനിക്കൊന്ന് പിന്നെ ഈ വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ആക്കാനായിട്ട് പറ്റിയത്. എന്നാലും അത് ഓപ്പൺ ആകും, അത് അന്നേരം തന്നെ ഓഫായി പോകും. അതങ്ങോട്ട് ഓപ്പൺ ആയി കിട്ടുന്നില്ല. എനിക്ക് നോക്കാനായിട്ട് പറ്റുന്നില്ല വന്ന് കിടക്കുന്ന സാധനങ്ങൾ എന്താണെന്നൊക്കെയുള്ളത്. അങ്ങനെ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനും ഇതിനും ഒന്നുമുള്ള ഞാൻ മറ്റേത് എനിക്ക് തോന്നുന്നു ഒരു 2 ദിവസം കൂടുമ്പോൾ ഉറപ്പായിട്ടും വീഡിയോ ഞാൻ ഇടുമായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്കങ്ങനെ പറ്റുന്നേ ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം ഇതിൻ്റെ 3 വീഡിയോ എങ്ങാണ്ട് ഞാൻ ഇട്ടിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് പറ്റുന്നേ ഇല്ല വീഡിയോ ഇടാനായിട്ട്. വേറൊന്നുമല്ല, പിന്നെ കുറച്ച് നമ്മുടെ മാനസികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പം എനിക്ക് അത്രയും അങ്ങോട്ട് നമുക്ക് വീഡിയോ എടുക്കാനും അതിലേക്കൊന്നും ഒത്തിരി ആവാനായിട്ട് പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. അങ്ങനെ പിന്നെ ഞാൻ സബീനയും കൂടെ വേണ്ട അവളുടെ കൂടെ സിൽക്ക് റോഡിൽ വന്നു. അവൾക്കൊരു കല്യാണമുണ്ട്. അപ്പോൾ അതിന് എൻഗേജ്മെൻറ്റ്, കല്യാണം എല്ലാത്തിനുമുള്ള തുണി എടുത്തിട്ട് അവൾക്ക് ഡൈ ചെയ്യാൻ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള കോട്ടയത്തുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് സിൽക്ക് റോഡ് ഡയബിൾ. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേന് ഞാനിങ്ങനെ ഒരു മാല നോക്കിയതാണ്. നമുക്കിഷ്ടമുള്ള എടുത്ത് അന്നേരം തന്നെ അവർ കോർത്ത് തരുമല്ലോ. അപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് അവിടുന്ന് തുണിയെടുത്തിട്ട് ഇതേപോലെ ഡൈ ചെയ്യാൻ കൊടുത്തിട്ട് അതിന് കറക്റ്റ് മാച്ച് ചെയ്യുന്ന മാലയും എല്ലാം നമുക്ക് അവിടുന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിന് സാരിക്കാണെങ്കിലും ചുരിദാറിനാണെങ്കിലും ഒക്കെ. അപ്പം ഞാൻ പറഞ്ഞ മാല അന്നേരം തന്നെ എനിക്ക് അവരെല്ലാം അവിടെ നിന്ന് പെട്ടെന്ന് കോർത്ത് തന്നു കേട്ടോ, എല്ലാം റെഡിയാക്കി തന്നു. അപ്പം ഞാനവിടെ നിന്ന സമയം കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ എന്തെല്ലാം കളറുകളാണെന്ന് നോക്കി, ഏത് കളർ വേണമെങ്കിലും നമുക്ക് കിട്ടും. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ കാരക്കാട്ടും ഒക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം മിക്കവാറും എൻ്റെ ആവശ്യങ്ങൾക്കും വേറെ ആരുടെയെങ്കിലുമൊക്കെ കൂടെയാണെങ്കിലും ഞാൻ സിൽക്ക് റോഡിൽ വരാറുണ്ട്. അപ്പോൾ വരുമ്പോൾ എല്ലാം ഞാനിതിങ്ങനെ കാണുമ്പോൾ ഓർക്കും 1-2 എണ്ണം ചെയ്യിക്കണമെന്ന് വിചാരിക്കും. അങ്ങനെ ഞാൻ പിന്നെ ഇന്നൊരെണ്ണം ചെയ്തതാണ്. അപ്പം നിന്നപ്പോഴത്തേക്കിന് ഞാൻ വീഡിയോ എടുത്തത് ഇത് കണ്ട ഇതിൻ്റെ ഇടയ്ക്കിടുന്ന ബീഡ്സുകളും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഒത്തിരി സാധനങ്ങളുണ്ട്. നമുക്ക് വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഏതാ ഇടേണ്ടതെന്ന് അതൊക്കെ ഇട്ട് അവർ എല്ലാം കോർത്ത് തരും. അങ്ങനെ തന്നെയാണ് എല്ലായിടത്തും ചെയ്ത് കിട്ടുന്നത്. പിന്നെ അവൾക്ക് ഇതുകൊണ്ട് കളർ ചാർട്ടുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് ഡ്രസ്സ് ഏത് കളറിലോട്ടാണ് നമുക്ക് ഡൈ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റും. കളർ ചാർട്ടിൽ നോക്കി അങ്ങനെ എല്ലാം കൊടുത്തു. പിന്നെ അവിടെ തന്നെ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഇതേപോലെ കുറേ ആക്സസറീസിൻ്റെ ഒരു പിന്നെ ഫ്ലോറുണ്ട്. അപ്പം എപ്പോഴും ലിഫ്റ്റിൽ നമ്മൾ മേളിലോട്ട് പോവുകയൊക്കെ ചെയ്യുമ്പം കാണും, പക്ഷേ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അപ്പം അവളുണ്ടായിരുന്നതുകൊണ്ട് സബി എന്നോട് പറഞ്ഞാൽ നമുക്ക് 2 പേർക്കും കൂടെ വെറുതെ അവിടെയും കൂടെ ഒന്ന് കയറാമെന്നും പറഞ്ഞ് ഞങ്ങളുടെ കൂടെ അന്നേരം അവിടെ കയറിയാണ്. അപ്പം ഒത്തിരി സ്റ്റഡ്സും ഹാങ്ങിങ്സും എല്ലാം കണ്ടമാനമുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം വലിയ സ്റ്റഡ്സൊക്കെ ഇടുന്നവർക്കൊക്കെ പറ്റിയതൊക്കെ ഉണ്ട് കേട്ടോ. ഡ്രസ്സിന് മാച്ച് ചെയ്ത് നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. അങ്ങനത്തെയൊക്കെ കുറേ ഉണ്ട്. ഇത് കണ്ടോ, വലുതൊക്കെ പല കളറ്
സ്റ്റോൺ വെച്ചതും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് അവിടെ കയറിയപ്പോഴത്തേക്കിനും എല്ലാം കൂടെ ഒരു വീഡിയോ എടുത്തതാണ്. നമുക്കിപ്പോൾ ഒന്നും അങ്ങോട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ടൊന്നും പറ്റത്തില്ല. എന്നാലും ജസ്റ്റ് ഇങ്ങനെ ഓടിപ്പോകുന്ന സമയത്ത് ഇത് കുറേയൊക്കെ എന്തുമാത്രം ഉണ്ടെന്നൊക്കെ ഉള്ളതൊന്ന്, ഏതൊക്കെ തരത്തിലുള്ള ഉണ്ടെന്നൊക്കെ ഉള്ളതൊന്ന് ജസ്റ്റ് എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ പിള്ളേർക്ക് സെറ്റൊക്കെ ആണെങ്കിൽ, പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഇതേപോലെ നല്ല ഹാങ്ങിങ്ങിൻ്റെ നല്ല ഒത്തിരി എണ്ണം ഉണ്ട് കേട്ടോ. ഞാനൊക്കെ ഇത് ഇന്ന് വരെ ലൈഫിൽ ഇത്രയും വർഷത്തിൻ്റെ ഇടയിട്ടിട്ടില്ലാത്ത സംഭവങ്ങളാണ് ഈ കിടക്കുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഏറ്റവും ചെറിയ സ്റ്റഡ് ഉണ്ടെങ്കിൽ അതിടാനാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ പിന്നെ പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ മേടിച്ച് കൊടുക്കാറുള്ളത് കൊണ്ട് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കിനും അതെല്ലാം കൂടെ വീഡിയോ എടുത്തതാണ്. അങ്ങനെ പിന്നെ എന്താണ്ട് കുറേ പെൻഡൻ്റ് എല്ലാം ഉണ്ട്. ഇതെല്ലാം പല പെൻഡൻ്റാണ്. അപ്പം നമുക്ക് നമ്മുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന പോലെ അങ്ങനെ ഇടാം. പിന്നെ വേണ്ട ജുംക്ക പല തരത്തിലുള്ള ഉണ്ട് കേട്ടോ. ഗോൾഡൻ കളറുണ്ട്, ബ്ലാക്ക് മെറ്റലും എല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ എല്ലാത്തിൻ്റെയും വെറുതെ ഒന്ന് എടുത്തതാണ്. ഇനി അവിടെ ഇങ്ങനെ ഒരു സ്ഥലമില്ലയെന്ന്, ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മൾ തുണിയുടെ ഇതിന് പോകുന്നത്. അപ്പം നമ്മൾ ഈ ഇടയ്ക്കത്തെ ഫ്ലോറാണിത്. അപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ എടുത്തതാണ്. പിന്നെ ഇത് കണ്ട് നമുക്കൊരു ഫങ്ഷനായിട്ടൊക്കെ ഉള്ളപ്പോൾ ഇടാനായിട്ടൊക്കെ പറ്റുന്ന പോലത്തെ കുറേ ഹാങ്ങിങ് ഒക്കെ ഉണ്ട്. ജുംക്കാകൾ പിന്നെയും പലതരത്തിലുള്ള ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ബീഡ്സും കൊണ്ട്, കുഞ്ഞ് ബീഡ്സും കൊണ്ട് ആംഗ്ലറ്റ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണിത്. ഞാനോർത്ത് മാലയായിരിക്കും എന്ന് വെച്ചിട്ട് ഞാൻ എടുത്ത് നോക്കിയപ്പോഴാണ് എടുത്തപ്പോൾ 2 പീസ്, അന്നേരം മനസ്സിലായി ആംഗ്ലറ്റാണ്. പിന്നെ ടെറാക്കോട്ടയുടെ കമ്മലുകളാണ്. നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ അകത്തൊരു ഓറഞ്ചും ഒരു ബ്ലൂ ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് അത്. കാരണം പിള്ളേർക്കൊക്കെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്നു. ഇതേ കണ്ട് ഈ ഓറഞ്ചും ബ്ലൂ ഒക്കെ ഭയങ്കര രസമാണ്. പിള്ളേർക്കൊക്കെ ഡ്രസ്സിന് മാച്ച് ചെയ്തിടാനായിട്ട് നല്ലതാണ്. പിന്നെ നമ്മുടെ കുപ്പിവള അന്നും ഇന്നും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. കറുപ്പും ചുമപ്പും പച്ചയും കുപ്പിവള. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കിനും അതിൻ്റെ വീഡിയോയും കൂടെ ഞാൻ വെറുതെ എടുത്തതാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് 1-2 കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പറ്റുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.